കോട്ടയത്ത് വിട്ടുവീഴ്ചയില്ലെന്ന് മാണി വിഭാഗം. കെ എം മാണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഇനി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും റോഷി അഗസ്റ്റിൻ എം.എൽ.എ. പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടേണ്ടെന്നും മുന്നണി നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. തോമസ് ചാഴികാടിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം മണ്ഡലത്തിൽ തങ്ങളുടെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ, പ്രത്യേകിച്ച് ഈ സീറ്റ് വച്ച് കൈമാറുമെന്നും ഇടുക്കിക്ക് ഈ സീറ്റ് കൈമാറി നൽകുമെന്നും പകരം കോട്ടയം കോൺഗ്രസിനെ വിട്ടു നൽകുമെന്നുള്ള ചർച്ചകളെല്ലാം തന്നെ സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഇപ്പോൾ എം.എൽ.എ. നമ്മളോട് പ്രതികരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ ഏത് തരത്തിൽ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? അത്തരമൊരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിലില്ല. ഒരു മുന്നണിയുടെ ധാരണയനുസരിച്ച് കോട്ടയം കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. കോട്ടയം കേരള കോൺഗ്രസിന് നൽകിയത് മുന്നണിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി യോഗം ചേർന്ന് ഞങ്ങളെ ഇതിന് ചുമതലപ്പെടുത്താൻ അർഹതയുള്ള അംഗീകാരമുള്ള യോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങൾ വിലയിരുത്തി പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. ചെയർമാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആലോചനകൾ നടത്തണമെന്ന് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത് അദ്ദേഹമാണല്ലോ. ആലോചനകൾ നടത്തി തീരുമാനമെടുത്തു, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അത്രമാത്രം. ഏതായാലും ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഈ സീറ്റിന് വേണ്ടി കോൺഗ്രസ് അല്ലെങ്കിൽ UDF അടക്കം ചില രാഷ്ട്രീയ നാടകങ്ങൾ ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി പകരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും പോകാനുള്ള സാധ്യതകളുണ്ടോ? ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അങ്ങനൊരു സംഭവം നടക്കുകയില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ലീഡർഷിപ്പുണ്ട്. കോൺഗ്രസ് നേതൃത്വമാണല്ലോ ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവർ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണെന്ന് ആവർത്തിച്ച് പറയുകയും ഞങ്ങളുടെ സീറ്റിൽ ആളെ നിർത്താനുള്ള ചുമതല ഞങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്താൽ പിന്നെ അങ്ങനെ അഭ്യൂഹത്തിന് ആവശ്യമില്ലല്ലോ. അതെങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതല്ല. തെരഞ്ഞെടുപ്പ് എടുത്തില്ലേ, ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ചർച്ചയ്ക്ക് ഒരു പ്രസക്തമായ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് ഇന്റേണലായിട്ടുള്ള വിഷയങ്ങളെല്ലാം പാർട്ടിക്കകത്ത് തന്നെ പരിഹരിക്കപ്പെടും. അതിനൊക്കെയുള്ള ഒരു മെയ്വഴക്കവും അതിനൊക്കെയുള്ള കാര്യക്ഷമതയും കേരള കോൺഗ്രസ് നേതൃത്വത്തിനും പാർട്ടിക്കും ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ വന്ന കാലത്തും പാർട്ടി നേതൃത്വം ഇടപെട്ട് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമോ ആശങ്കയൊന്നും എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. മുന്നണിക്ക് നൽകിയ സീറ്റിൽ, കോട്ടയം പാർലമെന്റ് സീറ്റിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ കെ എം മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതോടുകൂടി ഞങ്ങളുടെ സീറ്റ് വിഭജന ചർച്ച സ്വാഭാവികമായും പൂർത്തിയാവണമല്ലോ. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്നും പ്രചരണ പരിപാടികളുമായി പാർട്ടി സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധത്തിലുള്ള സഹായങ്ങളുമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ചുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ എന്ന് തന്നെയാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് ചേരുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, എന്തായാലും കെ എം മാണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് റോഷി അഗസ്റ്റിന്റെ വാക്കുകളിലൂടെ. അതാണ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകും. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. ആ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും പ്രചരണ രംഗത്ത് ഉണ്ടാവുക. ഒരു മുന്നണി തങ്ങൾക്ക് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം കേരള കോൺഗ്രസിനുണ്ട്. അത്തരത്തിൽ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ യാതൊരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നുള്ള മാണി വിഭാഗത്തിന്റെ തുറന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് റോഷി ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് റോഷി അടക്കം കഴിഞ്ഞ ദിവസം സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റോഷിയുടെ നിയമസഭാ സീറ്റിനെ അടക്കം ചൊല്ലിയുള്ള ചില പരാമർശങ്ങൾ പി ജോസഫ് ഉയർത്തിയിരുന്നു. കാരണം ജില്ല വിട്ട് പി ജോസഫ് മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ മാണി ഗ്രൂപ്പിൽ ഉടലെടുത്ത ഒരു കാര്യം. എന്നാൽ രാമപുരത്തുകാരനായിട്ടുള്ള റോഷി അഗസ്റ്റിൻ എന്തുകൊണ്ട് ഇടുക്കിയിൽ മത്സരിക്കുന്ന അടക്കമുള്ള ചർച്ച ആയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഷി അഗസ്റ്റിൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ലഭിച്ച സീറ്റിൽ തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക എന്നുള്ള ഘട്ടമാണ്. അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യപരമായ നടപടിക്രമങ്ങളിലൂടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യത്തിലെ എല്ലാ ഘടകങ്ങളും പൂർത്തിയായി. ഇനി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്ന് തന്നെ പറയുന്നു. ഇത് കൃത്യമായും UDF-നോടും പി ജോസഫിനോടുമുള്ള കൃത്യമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയാണ് മാണി ഗ്രൂപ്പിന്റേത്. കാരണം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും പാർലമെന്ററി കമ്മിറ്റിയും എല്ലാം തന്നെ പരമോന്നതമായിട്ടുള്ള ഘടകമാണ്. പരമോന്നതമായിട്ടുള്ള ഘടകം തീരുമാനിക്കുന്ന ഒരു കാര്യത്തിൽ
ഇനി വിട്ടുവീഴ്ചയില്ല, ആ തീരുമാനമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായും റോഷി അഗസ്റ്റിൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയോ സീറ്റ് കൈമാറ്റം ചെയ്യുകയോ തുടങ്ങിയ സ്ഥിതി ഒന്നും തന്നെ ഉണ്ടാകില്ല. കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങേണ്ടതില്ല എന്നുള്ള തന്നെയായിരുന്നു റോഷിയുടെ വാക്കുകളിൽ പ്രകടമായത്. പ്രശാന്ത്, ഇപ്പോൾ ഇത്തരത്തിൽ കേരള കോൺഗ്രസിന്റെ വ്യക്തമായ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് ഇനി കേരള മാണി ഗ്രൂപ്പിനെ പിളർത്തിക്കൊണ്ട് UDF-ൽ ഒരു പ്രത്യേക കക്ഷിയാക്കാനുള്ള നീക്കം, അതിനുള്ള സൂചനകൾ UDF-ൽ നിന്നും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും PJ ജോസഫ് ഈ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. 1, പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത്. 2, പാർട്ടിയുടെ ചെയർമാനാക്കുക അല്ലെങ്കിൽ പാർലമെന്ററി ലീഡർ ആക്കുക എന്നുള്ളത്. 3ാമത്തെ ഉപാധിയായിരുന്നു ഏതെങ്കിലും കാരണവശാൽ പിളർന്നാൽ പോലും UDF-നകത്ത് ഒരു കക്ഷിയാകാൻ അനുവദിക്കുക എന്നുള്ള കാര്യത്തിൽ. എന്നാൽ 3ാമത്തെ ഈ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കടന്നിരിക്കുന്നത്. പക്ഷേ ഇതിന് യാതൊരു തരത്തിലും പിന്തുണ നൽകില്ല എന്ന് തന്നെയാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. കാരണം ഒരു പാർട്ടിക്കകത്ത് വലിയ തരത്തിൽ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ശേഷം അതേ പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവർ തുടരുന്നത്, അല്ലെങ്കിൽ അതേ മുന്നണിക്കകത്ത് തന്നെ തുടരുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് UDF പോലുള്ള ഒരു മുന്നണിയുടെ ഭാഗമായി എല്ലാവരും നിൽക്കുമ്പോൾ ഒരുപക്ഷെ PJ ജോസഫ് അടക്കം ഉള്ള ഈ രാഷ്ട്രീയ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗമായി 2 ഗ്രൂപ്പുകളെ ചെയ്തു നിൽക്കുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലുള്ള സഹായങ്ങൾ തങ്ങൾക്ക് നൽകും എന്നുള്ളൊരു ആശങ്ക കൂടി മാണി വിഭാഗത്തിനുണ്ട്. അത്തരത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ ഈ ഒരു മുന്നണി തന്നെ തുടർന്നു പോകുന്നത് ആ മുന്നണിക്കകത്ത് കെട്ടുറപ്പ് എന്നുള്ള ഒരു കെട്ടുറപ്പിനെ സംബന്ധിച്ച വലിയ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുമെന്ന് മാത്രമല്ല അത് മുന്നണിക്കകത്ത് വലിയ തരത്തിൽ കുറുമുന്നണി രൂപം കൊള്ളുന്നതിന് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് മാണി ഗ്രൂപ്പ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു PJ ജോസഫിന്റെ നിലപാടുകൾക്ക് യാതൊരു തരത്തിലും പിന്തുണ നൽകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് മാണി വിഭാഗം മുന്നോട്ട് പോകുന്നത്. എന്തായാലും PJ ജോസഫിനോട് വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണ് KM മാണി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. തങ്ങളെ വേണ്ടെങ്കിൽ ഉള്ള കാര്യം നിങ്ങൾ തുറന്നു പറയൂ എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് മാണി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി മുന്നണി നേതൃത്വം പറയാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് അവർ നൽകുന്ന സന്ദേശം. ശരി, കോട്ടയത്ത് വിട്ടുവീഴ്ചയില്ലെന്ന് മാണി വിഭാഗം വ്യക്തമാക്കിയിരിക്കുകയാണ്. KM മാണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഇനി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും റോഷി അഗസ്റ്റിൻ MLA പീപ്പിൾ TVയോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് പ്രശാന്ത് നൽകിയത്. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P രാജീവ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബഹുദൂരം മുന്നേറുമ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകാതെ കുഴയുകയാണ് UDF. P രാജീവിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ ലഭിക്കാത്തതാണ് UDF-ൽ പ്രതിസന്ധിയാകുന്നത്. ഇന്നലെ ചേർന്ന DCC യോഗത്തിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ല. LDF സ്ഥാനാർത്ഥി P രാജീവ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അതിവേഗം മുന്നേറുമ്പോൾ മറുവശത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാതെ കുഴയുകയാണ് UDF. P രാജീവിന് എതിരാളിയായി സിറ്റിംഗ് MP KV തോമസിനെ നിർത്തിയാൽ വിജയിക്കില്ലെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കന്മാരും പ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുന്നത്. 5 തവണ പാർലമെന്റിലേക്ക് എറണാകുളത്തെ പ്രതിനിധീകരിച്ച് KV തോമസ് എത്തിയിട്ടുണ്ടെങ്കിലും ഒറ്റത്തവണ രാജ്യസഭാ MP-യായ P രാജീവിന്റെ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു മുഖം പരീക്ഷിക്കണമെന്ന അഭിപ്രായവുമായി കോൺഗ്രസിലെ വലിയ വിഭാഗം രംഗത്തുണ്ട്. എറണാകുളം MLA ഹൈബിയുടെ പേരാണ് സജീവമായി നിൽക്കുന്നത്. എന്നാൽ ഒരു മുഴം നീട്ടിയെറിഞ്ഞുകൊണ്ട് KV തോമസ് പ്രചരണവും ആരംഭിച്ചു തുടങ്ങി. പലയിടത്തും KV തോമസിന്റെ ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യത്തിനും പ്രചരണത്തെക്കുറിച്ചും തോമസ് മാഷ ഇപ്പോഴും വ്യക്തമായ മറുപടിയും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് പാർട്ടിയല്ലേ തീരുമാനിക്കും, ഞാനല്ലോ തീരുമാനിക്കും. സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴല്ലേ ഞങ്ങളുടെ ആരാന്ന് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നല്ലൊരു പട്ടികയായിരിക്കും. ഞങ്ങളുടെ സീനിയർ ലീഡേഴ്സ് എല്ലാം അതിനകത്തുണ്ടാകും. എന്തായാലും മധ്യ കേരളത്തിൽ UDF-ന്റെ ശക്തി കേന്ദ്രമായ എറണാകുളം മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാവാതെയാണ് DCC നേതൃയോഗം അവസാനിച്ചതും. എറണാകുളത്ത് P രാജീവിന് പകരക്കാരനായി ശക്തനായ സ്ഥാനാർത്ഥിയെ ലഭിക്കാൻ കഴിയാതെ കുഴയുകയാണ് UDF. KV തോമസ് 6ാം അംഗത്തിനായി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഹൈബീഡൻ കന്യംഗത്തിനായും ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 6ാം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴും UDF-ൽ തിട്ടമില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെന്നാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ തീരുമാനവും. ക്യാമറമാൻ MB വിജിനൊപ്പം സിബി ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, നിരീക്ഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം സാങ്കേതിക അനുമതി നൽകി. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിരീക്ഷകരുടെയും യോഗം വിളിച്ചിരിക്കുന്നത്. ദില്ലിയിൽ ചേരുന്ന യോഗത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പ്രത്യേകം വിലയിരുത്തും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ, കമ്മീഷൻ അംഗങ്ങളായ അശോക് ലാവാസ, സുശീൽ ചന്ദ്ര എന്നിവർ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനങ്ങൾ വിശദീകരിക്കും. മാർച്ച് 10 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇതാദ്യമായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. ജമ്മുകാശ്മീരിൽ നിരീക്ഷകന്മാരെ നിയോഗിച്ചിരുന്നു. ഇവർ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ വിശദീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംജോധ സ്ഫോടന കേസിൽ NIA കോടതി ഇന്ന് വിധി പറയും. 2007 ഫെബ്രുവരി 18 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ 68 പേരാണ് കൊല്ലപ്പെട്ടത്. പഞ്ച്കുള NIA കോടതിയാണ് കേസിൽ വിധി പറയുക. 8 പ്രതികളുള്ള കേസിൽ 4 പേരാണ് ഇന്ന് കോടതിയിൽ ഹാജരാവുക. സ്വാമി അസീമാനന്ദ്, ലോകേഷ് ശർമ്മ, കമൽ ചൌഹാൻ, രജീന്ദർ ചൌധരി എന്നിവരാണ് കേസിൽ പിടിയിലായിട്ടുള്ളത്. ഇതിൽ ജാമ്യം ലഭിച്ച സ്വാമി അസീമാനന്ദ് ഒഴികെ ബാക്കിയുള്ളവർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസിലെ മുഖ്യ സൂത്രധാരൻ സുനിൽ ജോഷി 2007 കൊല്ലപ്പെട്ടിരുന്നു. രാമചന്ദ്ര കൾസൻകാര, സന്ദീപ് ദാഗോ, അമിത് എന്നീ 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. റഫേലിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. റഫേലുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ചോർന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലവും കോടതിയുടെ പരിഗണനയിലുണ്ട്. രേഖകളുടെ ഫോട്ടോ കോപ്പികളാണ് ചോർത്തിയതെന്നും ഇത് പ്രചരിപ്പിക്കുന്നത് മോഷണമായി കണ്ട് പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നുമാണ് സത്യവാങ്മൂലം. പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി അംഗീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പുറത്തുവന്ന രഹസ്യരേഖകൾ ശത്രുരാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കാമെന്നും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും അതുകൊണ്ട് മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കഴിഞ്ഞ തവണ കേന്ദ്രം വാദിച്ചിരുന്നു. എന്നാൽ വാദങ്ങൾ തിരിച്ചടിയായെന്ന ബോധ്യം വന്നതോടെ രേഖകൾ മോഷണം പോയെന്നത് തീർത്തും തെറ്റായ കാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം മലക്കമറിഞ്ഞിരിക്കുകയാണ്. സർക്കാർ രഹസ്യരേഖകളായി കണക്കാക്കുന്നവയുടെ പകർപ്പുകൾ പുറത്തുപോയെന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വൈകുന്നേരം 3 മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക. രേഖകൾ പുറത്തുവന്നതിനെക്കുറിച്ച് ഫെബ്രുവരി 28 മുതൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറയുന്നു. രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെങ്കിലും പരിശോധിക്കുന്നതിന് തടസ്സമില്ലെന്ന കോടതി നിരീക്ഷണം കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അഴിമതി പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ദേശസുരക്ഷയുടെ മറവിൽ മൂടിവെക്കാൻ കഴിയില്ലെന്ന് കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ ഒരു പ്രതി മോഷ്ടിച്ച രേഖകൾ ഹാജരാക്കിയാൽ അത് പരിഗണിക്കേണ്ടി വരില്ലേ എന്ന് കോടതി വാദത്തിനിടെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ വിജയം ഉറപ്പിക്കുമെന്ന വനിതകളുടെ പ്രഖ്യാപനം. ശ്രീമതി ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDFന്റെ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വീണ്ടും ശ്രീമതി ടീച്ചറെ പാർലമെന്റിൽ എത്തിക്കുമെന്നാണ് ആയിരക്കണക്കിന് വനിതകൾ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചത്. വനിതാ മതിലിന് ശേഷം കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും വലിയ വനിതാ മുന്നേറ്റമായി മാറി ശ്രീമതി ടീച്ചറുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ്. മട്ടന്നൂരിലും ശ്രീകണ്ഠപുരത്തും CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിന്റെ വികസനത്തിനൊപ്പം കഴിഞ്ഞ 5 വർഷം രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ശ്രീമതി ടീച്ചർ പാർലമെന്റിൽ ശബ്ദമുയർത്തിയതെന്ന് ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. And she is the one woman MP who stood up and demanded women's reservation in Parliament. All the women with any problems, they will come and ask us, please introduce us to PK Srimati. We know that she will raise our voice in Parliament. So she is not only your MP, she is the MP who raises the voice of all struggling women in India. കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് വനിതാ പാർലമെന്റിൽ ലഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ പൂർണ്ണമായും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ പ്രവർത്തിക്കാൻ എന്റെ പരമാവധി കഴിവ് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമിട്ട് LDF പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തി. പേരാവൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്
തുളുനാടൻ മണ്ണിന്റെ സ്നേഹാദരം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിക്കാനെത്തിയ സതീഷ് ചന്ദ്രനെ തുളുനാടൻ മക്കൾ നെഞ്ചേറ്റി സ്വീകരിച്ചു. മഞ്ചേശ്വരത്ത് LDF ഇത്തവണ 1ാം സ്ഥാനത്തെത്തുമെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇന്ന് പര്യടനം ആരംഭിച്ചിട്ട് 5ാം ദിവസമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വടക്കേയറ്റത്ത് കർണാടകയോട് അതിരിടുന്ന നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. തുളു മുഖ്യഭാഷയായ ഈ മണ്ണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റി കഴിഞ്ഞു. സപ്തഭാഷാ സംഗമഭൂമിയായ വർഗീയ ശക്തികൾക്ക് നല്ല വേരോട്ടമുള്ള ഈ മണ്ണിൽ ഇടതുപക്ഷത്തിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനമാണ് സതീഷ് ചന്ദ്രന്റെ വോട്ടഭ്യർത്ഥനയ്ക്ക് ജനങ്ങളിൽ നിന്നും ലഭിച്ച ആവേശകരമായ പ്രതികരണം. മഞ്ചേശ്വരത്ത് ഇത്തവണ LDF 1ാം സ്ഥാനം നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. തുളുനാട് ഇത്തവണ ചരിത്രം കുറിക്കും. തുളുനാട്ടിൽ LDF ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 1ാം സ്ഥാനത്തെത്തും എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങളാണ് ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഹൃദ്യമായ അഭൂതപൂർവമായ ഒരു ജനമുന്നേറ്റമാണ് തുളുനാട്ടിൽ നിന്നും കാണുന്നത്. എൻഡോസൾഫാൻ ദുരന്തഭൂമിയായ എൻമകരിയിൽ നിന്ന് തുടങ്ങിയ പ്രചാരണ പരിപാടി വൈകിട്ട് കുമ്പളയിലാണ് സമാപിച്ചത്. വ്യക്തികളെ നേരിൽ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും പട്ടണങ്ങളിൽ റോഡ് ഷോ നടത്തിയും KP സതീഷ് ചന്ദ്രൻ തുളുനാടൻ മണ്ണിന്റെ മനസ്സ് കീഴടക്കി. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഇടവേള. വടകര മണ്ഡലത്തിലെ മലയോര മേഖലകളിൽ LDF സ്ഥാനാർത്ഥി P ജയരാജന് ആവേശകരമായ സ്വീകരണം. നാദാപുരം നിയമസഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ബുധനാഴ്ച P ജയരാജൻ വോട്ടർമാരെ കണ്ടത്. മണ്ഡലത്തിലെ കലാലയങ്ങളും ജയരാജൻ സന്ദർശിച്ചു. വടകരയുടെ മനസ്സ് കീഴടക്കുകയാണ് LDF സ്ഥാനാർത്ഥി P ജയരാജൻ. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് P ജയരാജനെ സ്വീകരിക്കാൻ എത്തുന്നത്. നാദാപുരം അസംബ്ലി മണ്ഡലത്തിലെ മലയോര പ്രദേശങ്ങളിലെത്തി സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. കാവിലുംപാറയിൽ തുടങ്ങി മരുതോങ്കര, വിലങ്ങാട്, വാണിമേൽ, വളയം, തൂണേരി, കല്ലാച്ചി, എടച്ചേരി എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. ടൗണുകൾ കേന്ദ്രീകരിച്ച് നടന്ന റോഡ് ഷോയിലും P ജയരാജൻ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഓരോ ആളുടെയും മുഖത്ത് പ്രത്യക്ഷമായിട്ടുള്ളത്. നല്ല നിലക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടത്തും. കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട വടകര മണ്ഡലം ഇത്തവണ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും. ഒരു ചരിത്ര വിജയം LDFനുണ്ടാകും എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാവും. നാദാപുരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും ജയരാജൻ വോട്ട് തേടി. ടൗണുകളിൽ നടത്തുന്ന റോഡ് ഷോയിലൂടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. MLAമാരായ EK വിജയൻ, K ദാസൻ എന്നിവരും ജയരാജനൊപ്പം പ്രചാരണത്തിൽ പങ്കെടുത്തു. ഇന്ന് കൊയിലാണ്ടി അസംബ്ലി മണ്ഡലത്തിലാണ് P ജയരാജന്റെ പര്യടനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ മണ്ഡല പര്യടനം തുടരുന്നു. മികച്ച സ്വീകരണമാണ് വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി ഏറെ മുന്നിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടുകൂടി മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് വോട്ടർമാരെ നേരിട്ട് കാണുന്ന തിരക്കിലാണ്. വോട്ടർമാർക്കിടയിൽ വൻ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 2.25 വർഷം ജില്ലയിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനപിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു. അപ്പം എല്ലാ സമസ്ത മേഖലകളിലും ഈ 2.25 വർഷം കൊണ്ട് നമ്മൾ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള വലിയൊരു ജനപിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA UDF മുന്നണികൾക്ക് മുൻപേ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാകുന്നതോടുകൂടി പോസ്റ്റർ പ്രചരണവും ചുവരെഴുത്തുമായി പ്രചരണ രംഗവും ചൂടുപിടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.